ഹലോ 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 മൈ ടെസ്റ്റിംഗ് 1 2 3. ആരാധകരെ ശാന്തരാകുവിൻ. ഏതാനും നിമിഷങ്ങൾക്കകം കാതികന്റെ കഥ തുടങ്ങുന്നതായിരിക്കും. പ്രിയപ്പെട്ട അമ്മ പെങ്ങന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ആത്മാവ് ഈ നാടിന്റെ മണ്ണിൽ നിന്ന് പെറുക്കിയെടുത്ത് അങ്ങോട്ട് നോക്കൂ. അവിടെ കാണുന്ന കുന്നിൽ വറുത്തെടുത്ത് ഇവിടെ നോക്കൂ. കളകളമിളകുന്ന പുഴയിൽ കഴുകിയെടുത്ത മണ്ണിന്റെ മണമുള്ള എന്റെ കഥ. കൊച്ചുകുട്ടികളുടെ ശ്രദ്ധയ്ക്ക് തത്തമ്മേ പൂച്ച പൂച്ച എന്ന ചെറുകഥ അപ്പുറത്തെ തട്ടി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും അങ്ങോട്ടേക്ക് പോകേണ്ടതാണ്. ഈ കഥ കുട്ടികൾക്കുള്ളതല്ല എന്ന് താഴ്മയായി ഈ ആത്മാവ് അപേക്ഷിക്കുകയാണ്. നാടകരൂപയുള്ള അവതരണത്തിന്റെ ഭംഗി ആസ്വദിക്കുവാൻ കണ്ണുകളടച്ച് കേൾക്കൂ. അടുത്ത ബെല്ലോടുകൂടി കഥ തുടങ്ങുന്നു. മോളെ നബീസ, ബാപ്പയ്ക്ക് കുറച്ചുകൂടെ ചോറുതാ. ഇല്ല, തരൂല. ഇന്ന് രാവിലെ പറഞ്ഞതല്ലേ ശങ്കുണ്ണി മാമന്റെ പീടികയിൽ വച്ചിരിക്കുന്ന ചുവന്ന കവറുള്ള മുട്ടയെ വാങ്ങിച്ചേരാൻ. എന്നിട്ട് കേട്ടോ? അല്പം ദേഷ്യം ഭാവിച്ചുകൊണ്ട് നബീസ പറഞ്ഞു നിർത്തി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട്, എന്റെ പൊന്നു മോളെ, ബാപ്പ മറന്നു പോയതാ. സമയം രാത്രി ആയില്ലേ, ഉറപ്പായിട്ടും നാളെ വാങ്ങിച്ചു തരാം. ഇനിയെങ്കിലും ബാപ്പയ്ക്ക് അല്പം ചോറതാ. വാങ്ങിച്ചു തരുമല്ലോ, ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാ ശരി, ഇതാ ചോറ്. ബാപ്പയും കൊള്ളാം, മോളും കൊള്ളാം. നിങ്ങളാ മനുഷ്യ ഇവളുടെ പിടിവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആമിന അബുവിന്റെ അടുത്ത് വന്നിരുന്നു. പാപ്പ, ഉമ്മയ്ക്ക് എന്നോട് അസൂയ. അതെന്തിനാ? അബു സംശയഭാവത്തെ ചോദിച്ചു. അതോ, ബാപ്പയ്ക്ക് ഉമ്മയെക്കാളും എന്നോട് ഇഷ്ടമാണെന്ന് ഉമ്മയ്ക്കറിയാം, അതുകൊണ്ടാ. ചിരിച്ചുകൊണ്ട് നബീസ പറഞ്ഞു. ആണോ ആമിന? ഒരു കള്ളച്ചിരി പാസാക്കിക്കൊണ്ട് അബു ആമിനയോട് ചോദിച്ചു. മുഖത്തെ നാണം മറച്ചുകൊണ്ട് ആമിന, പോ മനുഷ്യ, കൊച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഒരു നാണോ ഇല്ല എന്നും പറഞ്ഞ ആമിന വേഗം അടുക്കളയിലേക്ക് പോയി. ഇത് കണ്ട് അബു പൊട്ടിച്ചിരിച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അബു കൈ കഴുകാനായി വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി. തോരാതെ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത വനത്തിൽ നിന്നും ആനകളുടെ ചിഹ്നം വിളി കേൾക്കാം. മോളെ ആമിന, ആ മണ്ണെണ്ണ വിളക്ക് എടുത്തോണ്ട് വരീൻ, ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. വരുന്നു. ഇതും പറഞ്ഞ നബീസ അകത്ത് നിന്ന് മണ്ണെണ്ണ വിളക്കും എടുത്ത് പുറത്തേക്ക് വന്നു. അവിടെ മകം ചെറിയ രീതിയിൽ പ്രകാശം പരന്നു. അപ്പോൾ മാത്രമാണ് അബു അത് കണ്ടത്. ഏതാനും അടി അകലെ 7-8 അടിയോളം ഉയരമുള്ള ഭീമാകാരനായ ഒരു ജീവി മനുഷ്യരെ പോലെ 2 കാലിൽ നിന്നുകൊണ്ട് തന്നെ നോക്കുന്ന കാഴ്ച. ശരീരം മുഴുവൻ കറുത്ത രോമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പെട്ടെന്നായിരുന്നു ആ സത്വം അലറിക്കൊണ്ട് അബുവിന്റെ നേർക്ക് പാഞ്ഞെടുത്തത്. ഇത് കണ്ട് ഭയന്നുപോയ അബു വേഗം നബീസയെ വീട്ടിന്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടു. അടുത്ത നിമിഷം ആ ഭീമാകാരനായ രൂപം അബുവിനെയും വലിച്ചെടുത്തുകൊണ്ട് വനത്തിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. അപ്പോഴും അബു വേദനയായി നിലവിളിച്ചുകൊണ്ടിരുന്നു. മെല്ലെ മെല്ലെ അതും നിലച്ചു. ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി വന്ന ആമിന കണ്ടത് പേടിച്ചു വിറച്ച് നിലത്ത് കിടക്കുന്ന നബീസയായിരുന്നു. എന്നാൽ അബുവിനെ അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ആമിനയ്ക്ക് ബോധ്യമായി. കിഴക്കേ നാഗക്കാവിൽ നിന്ന് തൊഴുതിറങ്ങിക്കൊണ്ട് ദേവനാരായണൻ കുടജാത്രി മന ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴേക്കും സൂര്യനിൽ നിന്നുള്ള പൊൻകിരണങ്ങൾ നാഗപുരത്തെ പ്രകാശിതമാക്കിയിരുന്നു. പക്ഷികൾ ഇര തേടി
പാറി പറക്കുവാൻ തുടങ്ങി. ചെറിയ രീതിയിൽ തെക്കൻ കാറ്റും വീശുന്നുണ്ട്. ആ കാറ്റിൽ നെൽവയലിൽ വിളഞ്ഞ സ്വർണ്ണ നിറമുള്ള നെൽക്കതിരുകൾ ആടിയുലയുവാൻ തുടങ്ങി. അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. നെൽപ്പാടത്തുകൂടി ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് 1000 ഓർമ്മകൾ, മധുരമൊഴുകുന്ന ചിന്തകൾ എന്നിവ മനസ്സിന്റെ ഏതോ കോണിൽ താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് ദേവന്റെ നടപ്പ്. കുറച്ചു സമയത്തിനകം തന്നെ ദേവൻ പടിപ്പുര കടന്ന് തറവാട് മുറ്റത്തെത്തിയിരുന്നു. നടുമുറ്റത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന മൂവാണ്ടൻ മാവിന്റെ മാമ്പൂക്കൾ കാറ്റിൽ ആടിയുലഞ്ഞ് മുറ്റത്ത് അങ്ങിങ്ങായി വ്യാപിച്ചു കിടക്കുകയാണ്. ഭേഷായിരിക്കും കേട്ടോ കുട്ടിയുടെ സംഗീതം. എന്താ ജാനകി, നാം പറഞ്ഞു ശരിയല്ലേ? ചോദ്യഭാവത്തിൽ നാരായണ പൊതുവാൾ പെങ്ങളായ ജാനകിയെ നോക്കി. 100% ശരിയായിട്ടാ. നമ്മുടെ അമ്മയുടെ എല്ലാ കഴിവും തമ്പുരുവിന് കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് തമ്പുരു ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോഴേക്കും ദേവൻ തറവാടിന്റെ ഉള്ളിൽ കടന്നിരുന്നു. ഏയ്, ഇതാരാ വരണേ? ശുംഭൻ, താൻ രാവിലെ എവിടെയാ പോയേ? നാം എത്ര നേരം തന്നെ കാത്തിരുന്നു. അല്പം ദേഷ്യത്തോടെ നാരായണ പൊതുവാൾ ചോദിച്ചു. അതച്ഛ, ഇന്ന് പൗർണമിയല്ലേ, അതുകൊണ്ട് കാവിൽ പോയതാ. ദേവൻ ഉത്തരം പറഞ്ഞു. ആയിക്കോട്ടെ, തനിക്കൊന്നും പറഞ്ഞിട്ട് പോയിക്കൂടെ? നാരായണ പൊതുവാൾ വിടുന്ന ലക്ഷണമില്ല. ഇതിങ്ങനെ പോയാൽ കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കിയ ജാനകി, ഒന്ന് വിടാങ്ങളെ, അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. മോൻ വാ, മാമി കാപ്പി എടുത്തു തരാം. ഇത് കേൾക്കേണ്ട താമസം ദേവൻ വേഗം അകത്തേക്ക് നടന്നു. ഏയ് നിക്ക, എനിക്കൊരു സന്ദേഹം. എന്താ എന്ന മട്ടിൽ ദേവൻ അച്ഛനെ നോക്കി. ഒന്നുമില്ല, നീ സംസാരിക്കുമ്പോ എന്തിനാ വായിൽ നിന്ന് വെള്ളപ്പുക വരുന്നത്? എന്താ കാവിലെ കർപ്പൂരം വായിലിട്ടാണോ താൻ കത്തിച്ചത്? ചുരുട്ട് വലിച്ചത് അച്ഛൻ പിടിക്കുമോ എന്ന പേടി ദേവന്റെ മുഖത്ത് തളം കെട്ടി നിന്നു. ഇത് കണ്ട തമ്പുരു വീണ തറയിൽ വെച്ച് തൊട്ടു തൊഴുത്ത ശേഷം അവിടെ എഴുന്നേറ്റ് ദേവന്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട്, നല്ല തണുപ്പല്ലേ അമ്മാവ, അതുകൊണ്ടായിരിക്കും. ഇതും പറഞ്ഞ തമ്പുരു അടുത്ത നിമിഷം ദേവന്റെ കയ്യിൽ നല്ലൊരു കടിയും വെച്ചു കൊടുത്ത് വേഗത്തിൽ പുറത്തെ തൊടി ലക്ഷ്യമാക്കി ഓടി. പുറകെ ദേവനും വച്ചു പിടിച്ചു. ഏയ്, എന്താ ഇത്? ഇപ്പോഴും കുട്ടി എന്നാ വിചാരം? ജാനകി, നിന്റെ മോക്ക് വേളിപ്രായായിട്ടോ. എത്രയും വേഗം ദേവനുമായുള്ള മംഗല്യം നടത്തണം. ചിരിച്ചുകൊണ്ട് നാരായണ പൊതുവാൾ പറഞ്ഞു നിർത്തി. എല്ലാം ആങ്ങളുടെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞ് ജാനകി മനയുടെ അകത്തേക്ക് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു കൈമൾ വളരെ വേഗത്തിൽ മനക്കിലെ പടി കടന്ന് ഉമ്മറക്കോലായിൽ വന്നു നിന്നത്. ആ മുഖത്ത് ഭയം തളം കെട്ടി നിൽക്കുന്നത് നാരായണ പൊതുവാൾ വളരെ വ്യക്തമായി കണ്ടു. എന്താ കൈമളെ, എന്താ കാര്യം? നാരായണ പൊതുവാൾ കാര്യം തിരക്കി. തമ്പുരാനെ, നമ്മുടെ പടിഞ്ഞാറ തൊടിയിലെ അബു. വാക്കുകൾ പൂർത്തിയാക്കാൻ കുടജാത്രി മനയിലെ കാര്യസ്ഥനായ കൈമളിന് സാധിക്കുന്നില്ലായിരുന്നു. ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, കൈമളെ, എന്താ കാര്യം? വ്യക്തമായി പറയാ, നമ്മുടെ അബുവിനെന്താ? തമ്പുരാനെ, ഇന്നലെ രാത്രി അബുവിനെ ഏതോ വന്യമൃഗം ആക്രമിച്ചു. ഇതുവരെയായി അബുവിന്റെ യാതൊരു വിവരവുമില്ല. ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇതും കേട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നാരായണ പൊതുവാൾ, എന്റെ ഭഗവതി, നാം എന്താ കേൾക്കണേ? ഇന്നലെയും കൂടി ശങ്കുണ്ണിയുടെ പീടികയിൽ വെച്ച് കണ്ടതാ. പാപം. ജാനകി, നാം അബുവിന്റെ വീട്ടിൽ പോവുക എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കാര്യസ്ഥനെയും കൂട്ടി തമ്പുരാൻ അതിവേഗത്തിൽ അബുവിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. ഇതേ സമയം ഇതൊന്നും അറിയാതെ തമ്പുരുവും ദേവനും തൊടിയിൽ
ദേവേട്ടാ, എന്താ കാട്ടണേ? വിട്, ആരെങ്കിലും കണ്ടോണ്ട് വന്നാൽ. ദേവന്റെ കരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാണത്തോടെ തമ്പുരു പറഞ്ഞു, അതിനെന്താ, ഞാൻ വേലിയഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ നീ, എന്നോടാര് ചോദിക്കാൻ? ഇതും പറഞ്ഞ് ദേവൻ തമ്പുരുവിനെ ചുംബിക്കുവാൻ അടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇത് തടഞ്ഞുകൊണ്ട്, അയ്യേ, എന്ത് നാറ്റായത്! ഞാൻ പറഞ്ഞിട്ടുണ്ട് പുക വലിച്ചോണ്ട് എന്റെ അടുത്ത് വരരുതെന്ന്. ആണോ? എന്നാ ശരി, അടുത്തു വരുന്നില്ല. അടുത്ത നിമിഷം ദേവൻ തമ്പുരുവിന്റെ ഇടുപ്പിൽ പിടുത്തമിട്ടു. പെട്ടെന്ന് വേദനയാൽ തമ്പുരു മുരണ്ടു. ഇത് കേട്ട ദേവൻ കൈകൾ പിൻവലിച്ചു. എന്താ കാര്യം? ദേവൻ കാര്യം തിരക്കി. അത് 2 ദിവസം മുമ്പേ കോളേജിൽ നിന്ന് ടൂറ് പോയില്ലായിരുന്നു. അപ്പോ അവിടെ വെച്ച് കാൽ വഴുതി നിലത്ത് വീണതാ. അതിന്റെ ഫലമായി വയറിന്റെ വലതുവശത്തായി ചെറുതായി ഒന്ന് മുറിഞ്ഞു. തമ്പുരു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അയ്യോ, എന്നിട്ട് എവിടെ, ഞാൻ കാണട്ടെ എന്നും പറഞ്ഞ് ദേവൻ തമ്പുരുവിന്റെ വയറിനെ മറച്ചുകൊണ്ടിരുന്ന ദാവണി മാറ്റുവാൻ ശ്രമിക്കവേ തമ്പുരു ദേവനെ തള്ളി മാറ്റിക്കൊണ്ട്, എടാ കള്ള ചെറുക്ക, അങ്ങനെ നീ എന്റെ വയറ് കാണട്ട. ഇതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തമ്പുരു അവിടെ നിന്ന് കുറച്ചകലെ പോയി ദേവനെ നോക്കിക്കൊണ്ട്, ദേവേട്ടാ, തിക്കുണ്ടതി, പിച്ചുണ്ടതി, എള്ളുണ്ടതി. ഇതും പറഞ്ഞ് തമ്പുരു അവിടെ നിന്ന് ഓടി മറഞ്ഞു. ഈ പെണ്ണിന്റെ കാര്യം എന്തായാലും അവൾ പറഞ്ഞ ശരിയാ. വരുമ്പോൾ അവൾക്കൊരു എള്ളുണ്ടെങ്കിലും വാങ്ങിക്കൊണ്ടുവരാമായിരുന്നു. നാളെ ആവട്ടെ, വാങ്ങിച്ചു കൊടുക്കാം. അപ്പോഴും തമ്പുരുവിന്റെ ശരീരത്തിലെ ചന്ദനത്തിന്റെ വാസന ദേവന്റെ ശരീരത്തിലും തളർന്നിട്ട് നിന്നു. ഉച്ചയോട് അടുത്ത സമയം ചാത്തൻ മല കടന്ന് ഒരു കുതിരവണ്ടി നാഗാപുരം കവലയിൽ വന്നു നിന്നു. ആരോ കവലയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ സാഹിബും ഡൊറോത്തി മാമി വന്നു. ഇത് കേട്ട് കവലയിലുണ്ടായിരുന്ന ആളുകൾ കുതിരവണ്ടിക്ക് ചുറ്റും വന്നു നിന്നു. കുതിരവണ്ടിയിൽ നിന്നും സ്വർണ്ണമുടിക്കാരൻ ഡോക്ടർ മാർട്ടിൻ പുറത്തിറങ്ങി. നന്നേ ചെറുപ്പം, എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ചധികം മരുന്ന് വാങ്ങണമായിരുന്നു, മഴക്കാലമല്ലേ. പിന്നെ എന്തൊക്കെ ഉണ്ട് ഇവിടെ വിശേഷം? ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാർട്ടിന്റെ പത്നിയായ ഡൊറോത്തിയും പുറത്തിറങ്ങിയിരുന്നു. എന്തു പറയാനാ ഡോക്ടർ സാറേ, നമ്മുടെ അബുവിനെ ഇന്നലെ ഏതോ വന്യമൃഗം ആക്രമിച്ചു കാട്ടിലോട്ടേക്ക് കൊണ്ടുപോയി. ഇതുവരെ ഒരു വിവരവും ഇല്ല. ശങ്കുണ്ണി വിഷമത്തോടെ പറഞ്ഞു നിർത്തി. എന്റെ എപ്പോഴാണ് നടന്നത് ഡോറോത്തി? നീ ഇവിടെ ഇല്ലായിരുന്നു, എന്നിട്ട് എന്തേ എന്നോടൊന്നും പറഞ്ഞില്ല? അല്പം ദേഷ്യത്തോടെ മാർട്ടിൻ ചോദിച്ചു. അത് മാർട്ടിൻ, നിങ്ങളെ വിഷമിക്കണ്ട എന്ന് വിചാരിച്ച ഞാൻ പറയാത്തത്. എന്നോട് ക്ഷമിക്കണം. തല താഴ്ത്തിക്കൊണ്ട് ഡോറോത്തി പറഞ്ഞു. പക്ഷേ ഏത് മൃഗമാണ് ഇവിടെ ഉള്ളത്? മാംസാഹാരികൾ ഈ നാഗാപുരത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു വല്ല ആനയുമായിരിക്കും ആക്രമിച്ചത്. അല്ല ഡോക്ടറെ, ആനയല്ല. ഇന്നലെ നല്ല മഴ ആയതിനാൽ തറയെല്ലാം ചെളിയായി കിടക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ആന വന്നിട്ടുണ്ടെങ്കിൽ കാൽപ്പാട് പതിഞ്ഞിട്ടുണ്ടാകുമല്ലോ. പക്ഷെ അവിടെ അങ്ങനെ ഒന്നുമില്ല. തോണിക്കാരൻ ചെല്ലപ്പൻ വിളിച്ചു പറഞ്ഞു. നമുക്ക് അന്വേഷിക്കാം. എന്നാ ശരി, നല്ല മഴ വരുന്നുണ്ട്, നമുക്ക് പിന്നെ കാണാം. വണ്ടിക്കകത്ത് മരുന്നുണ്ട്, ഇപ്പം അയക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഡോക്ടറും ഡൊറോത്തിയും കുതിരവണ്ടിയിൽ കയറി ഡൊറോത്തി ബംഗ്ലാവ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. വാനത്ത് ഇടിമുഴങ്ങുവാൻ തുടങ്ങി. പതിയെ നാഗാപുരത്തെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് കാർമേഘങ്ങൾ സൂര്യനെ മറച്ചു. മഴത്തുള്ളികൾ മണ്ണിൽ പതിക്കുവാൻ തുടങ്ങി. മാർട്ടിൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഡോറ, എന്നോട് ചോദിക്കാൻ നിനക്ക് അനുവാദമല്ല മേനോ? ചിരിച്ചുകൊണ്ട് മാർട്ടിൻ പറഞ്ഞു. അല്ല, എന്തിനാ മാർട്ടിൻ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നത്? നാട്ടുകാരോട് ശരി, പക്ഷേ നമ്മൾ 2 പേരുമല്ലേ ഉള്ളൂ. മലയാളത്തിൽ സംസാരിക്കുന്ന എൻ്റെ മാർട്ടിന്റെ
തോളിൽ തലവെച്ചുകൊണ്ട് ഡോറോത്തി ചോദിച്ചു. അത് വേണം ഡോറ, അതിനൊക്കെ ചില കാരണങ്ങളുണ്ട്. ഈ മലയാളം ഭാഷയ്ക്ക് എന്തോ പ്രത്യേകത ഉണ്ട്. അതാ എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. പിന്നെ നമ്മുടെ ശിഷ്യകാലം ഇവിടെ തന്നെ അല്ലേ കഴിയാൻ പോകുന്നത്. സുന്ദരമായ നാട്, നല്ല നാട്ടുകാർ, നമുക്കും അവരോടൊപ്പം ചേർന്ന് ജീവിക്കാം. ഞാൻ പറഞ്ഞതിൽ വല്ലം തെറ്റുണ്ടോ? ഡോറോത്തിയുടെ കവിളിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ മാർട്ടിൻ പറഞ്ഞു നിർത്തി. അങ്ങോട്ട് വാദിക്കാൻ ഞാനില്ല. നല്ല മഴ, ഡോറോത്തി പറഞ്ഞു. അതിനെന്താ എന്ന മട്ടിൽ മാർട്ടിൻ ഡോറോത്തിയെ നോക്കി. വേഗം ബംഗ്ലാവിലെത്തിയാൽ ഒരു ഗിഫ്റ്റ് തരാം, ചിരിച്ചുകൊണ്ട് ഡോറോത്തി പറഞ്ഞു. ഒരു കള്ളച്ചിരി പാസാക്കിക്കൊണ്ട് ഡോക്ടർ മാർട്ടിൻ കുതിരകളിൽ ശക്തമായി പ്രഹരിച്ചുകൊണ്ട് കുതിരകളുടെ വേഗത കൂട്ടി. നേരം നന്നെ ഇരുട്ടിയിരിക്കുന്നു. തോണിക്കാരൻ ചെല്ലപ്പൻ കടവ് ലക്ഷ്യമാക്കി നടന്നു. അയ്യോ, നേരം നന്നേ വൈകി. അതിനോടൊപ്പം ഈ നശിച്ച മഴയും. ഏതായാലും ഇന്ന് രമണിയുടെ കൂരയിൽ കൂടാ, നാളെ വെട്ടി പോകാം, അതാ ബുദ്ധി. ഇതും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ചെല്ലപ്പൻ രമണിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ചുറ്റും കൂരിരുട്ട് വ്യാപിച്ചിരിക്കുന്നു. ശക്തമായ മഴയിൽ മുന്നിലുള്ളതൊന്നും കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്നായിരുന്നു വഴിയരികിലെ പൊന്തക്കാടുകൾ അനങ്ങുവാൻ തുടങ്ങിയത്. കന്യമാസമല്ലേ, വല്ല പട്ടികളുമായിരിക്കും എന്ന ചിന്ത ചെല്ലപ്പനിൽ തെല്ലൊരാശ്വാസം നൽകി. കാലം തെറ്റിയുള്ള മഴയല്ലേ, ഇതിനപ്പുറവും നടക്കും എന്ന് മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് ചെല്ലപ്പൻ നടന്നു. പക്ഷേ തൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്ന അനുഭൂതി ഇടയ്ക്കിടയ്ക്ക് ചെല്ലപ്പനുണ്ടായിക്കൊണ്ടിരുന്നു. ഭയത്താൽ അയാൾ തിരിഞ്ഞു നോക്കിയില്ല. നടത്തത്തിൻ്റെ വേഗത കൂട്ടുകയും ചെയ്തു. പക്ഷേ വിടുന്ന ലക്ഷണമില്ല. ചെറിയ രീതിയിൽ മുരൾച്ചയും കേൾക്കാമായിരുന്നു. എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചുറപ്പിച്ച ചെല്ലപ്പൻ നടത്തം നിർത്തി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. തന്നിൽ നിന്നും ഏതാനും അടി അകലെ ഒരു ഭീമാകാരനായ കറുത്ത നിഴൽ രൂപം തന്നെ നോക്കി നിൽക്കുന്നു. രക്തത്തിൻ്റെ ചുവപ്പ് നിറമുള്ള കണ്ണുകളും കൂർത്ത വലിയ കുമ്പല്ലുകളും ചെല്ലപ്പന് ആ ഇരുട്ടിലും വളരെ വ്യക്തമായി കാണാമായിരുന്നു. ആ ഭീകര രൂപത്തെ കണ്ട് പേടിച്ചുപോയ ചെല്ലപ്പൻ തിരിഞ്ഞോടുവാൻ തുടങ്ങി. പക്ഷേ രക്ഷയില്ല. അതിനു മുൻപേ തന്നെ ആ ഭീകരസത്വം ചെല്ലപ്പൻ്റെ കഴുത്തും കടിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് മറഞ്ഞിരുന്നു. കുമ്പല്ലുകൾ കാണ്ടത്തിൽ താഴ്ന്നതിനാൽ ചെല്ലപ്പന് ഒന്നുറക്കെ നിലവിളിക്കുവാൻ പോലും സാധിച്ചില്ല. നിലത്ത് കിടന്ന രക്തത്തുള്ളികളെ മഴവെള്ളം എങ്ങോട്ടോ ഒഴുക്കിക്കൊണ്ടുപോയി. രമണി ഒറ്റയ്ക്കാണ്. തൻ്റെ പ്രിയതമനായ ആരെങ്കിലും ഒരാൾ വരുമെന്ന ചിന്തയിൽ അവൾ മണ്ണെണ്ണ വിളക്കിൻ്റെ മുന്നിലിരിക്കുകയാണ്. പുറത്തെ മഴയുടെ തണുപ്പിനെ ആസ്വദിച്ചുകൊണ്ട്, നനഞ്ഞ മണ്ണിൻ്റെ കേന്ദ്രത്തെ ശ്വസിച്ചുകൊണ്ട്. തോണിക്കാരൻ ചെല്ലപ്പനെ കാണുവാനില്ല എന്ന വാർത്ത അർത്ഥ കേട്ടാണ് നാഗപുരത്തെ ജനങ്ങൾ ഉണർന്നത്. പലയിടത്ത് തിരഞ്ഞിട്ടും അയാളുടെ ഒരു പൊടി പോലും കിട്ടാനില്ല. ജനങ്ങൾ പരിഭ്രാന്തരായി മാറി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ തന്നെ അവർ നന്നേ ഭയപ്പെട്ടു. പക്ഷേ അവിടുത്തെ ചെറുപ്പക്കാർ തോൽവി സമ്മതിച്ചില്ല. ചെല്ലപ്പൻ്റെ തിരോധാനത്തിലും ആ വന്യമൃഗം തന്നെയായിരിക്കും കാരണമെന്ന് അവർ അടിയുറച്ചു വിശ്വസിച്ചു. എന്നാൽ പോലീസുകാർ ഇതൊരു മൃഗത്തിൻ്റെ ആക്രമണമാണെന്നും തുടർ അന്വേഷണം വേണ്ട എന്നും കേസെഴുതി തള്ളിക്കളഞ്ഞു. നാഗാപുരത്തെ ചെറുപ്പക്കാർ പകലെന്നോ രാത്രിയൊന്നോ ഇല്ലാതെ നാഗാപുരത്തെ മുക്കും മൂലയും അരിച്ചു പറക്കി. അവരുടെ എല്ലാം നേതാവായി ദേവനും മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. സമയം രാത്രിയുടെ 3-ാം യാമം കഴിഞ്ഞിരിക്കുന്നു. പലരും തങ്ങളുടെ അന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിച്ചു. എന്നാൽ ദേവൻ മാത്രം മുന്നോട്ടേക്ക് തുടർന്നു. നടന്ന് അയാൾ വിജനമായ ചാത്തൻ കുന്നിൻ്റെ അടുത്തെത്തി. അവിടെ ഒരു കുളമുണ്ടായിരുന്നു. നടന്നു വലഞ്ഞ അവശനായ ദേവൻ കുളം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴായിരുന്നു ദേവൻ പേടിപ്പെടുത്തുന്ന ആ കാഴ്ച കണ്ടത്. ചെറുമഴയിലും നിലാവിൻ്റെ വെളിച്ചം അവിടമെല്ലാം പടർന്നിരുന്നു.
ആ വെളിച്ചത്തിൽ തമ്പുരു വിവസ്ത്രയായി നിലത്ത് കിടക്കുകയാണ്. ദേവൻ വേഗം അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങവേ പതിയെ തമ്പുരു എഴുന്നേറ്റു. ചന്ദ്രന്റെ കിരണങ്ങൾ അവളുടെ ശരീരത്തിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. മെല്ലെ അവളുടെ രൂപം മാറുവാൻ തുടങ്ങി. പാലപ്പൂവിന് നിറമുള്ള അവളുടെ ശരീരത്തിൽ ചാരനിറമുള്ള രോമങ്ങൾ വരുവാൻ ആരംഭിച്ചു. പനിനീർപ്പൂവിന്റെ നിറമുള്ള കവിളുകൾക്ക് രൂപമാറ്റം വരുവാൻ തുടങ്ങി. മൈപ്പീലി കണ്ണുകൾക്ക് വലിപ്പം വെച്ച് രക്തനിറത്തിലായിരിക്കുന്നു. ചുവന്നു തുടുത്ത അവളുടെ അധരങ്ങളെ മറച്ചുകൊണ്ട് മൂർച്ചേറിയ കൊമ്പലുകൾ പുറത്തേക്ക് തള്ളി വന്നു. അപ്സരസിന് പോലും അസൂയ ജനിപ്പിക്കുന്ന അവളുടെ വടിവൊത്ത ശരീരഭംഗി എങ്ങോ മറഞ്ഞിരിക്കുന്നു. അതിന്റെ സ്ഥാനത്തിതാ ഒരു ഭീമാകാരനായ സത്വം നിൽക്കുന്നു. മാനത്തുദിച്ചു നിൽക്കുന്ന നിലാവിനെ നോക്കി ആ സത്വം ഒന്നുറക്കെ അലറിക്കൊണ്ട് നാഗപുരം ലക്ഷ്യമാക്കി ആ മഴയിൽ എങ്ങോ മറഞ്ഞുപോയി. ദേവന്റെ ഹൃദയം പിടഞ്ഞു. ചുണ്ടുകൾ വിറച്ചു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാനും തുടങ്ങി. ആ മനസ്സ് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. തൻ്റെ പ്രാണസഖിയാണ് ആ സത്വമെന്ന് ഉൾക്കൊള്ളുവാൻ ദേവന് സാധിക്കുന്നില്ലായിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നുറുങ്ങിയ ഹൃദയവുമായി ദേവൻ നാഗാപുരത്തേക്ക് വച്ചു നടന്നു. മനസ്സിന് നിറയുന്നു പ്രണയം ചൊല്ലി നഗലേ. ഇതേ സമയം നാഗാപുരത്തെ ഒരു കൂരയിൽ മക്കളെ നാണു, ഇപ്പോൾ എങ്ങനെയുണ്ട്? പനി കുറവുണ്ടോ? ഇനി ഞാൻ എന്തു ചെയ്യും? എല്ലാം മരുന്ന് കൊടുത്തു നോക്കി, ഒരു രക്ഷയുമില്ല. ഇത് പറയുമ്പോൾ നാണുവിന്റെ അമ്മയായ നാണി കരച്ചിലിന്റെ വക്കത്തായിരുന്നു. അമ്മ, എന്തിനാ കരയണേ? നാണുവിനൊന്നുമില്ല. നാണുവിന്റെ ശബ്ദമിടറി. ശക്തമായി ചുമയ്ക്കുവാനും ആരംഭിച്ചു. ഇനി വൈകിയാൽ തൻ്റെ പൊന്നോമനയുടെ ജീവൻ ആപത്തിലാകുമെന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞു. പുറത്ത് ഏതോ ഒരു ജീവി മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നാണിയുടെ ഉള്ളിലെ ഭയത്തിന് ആക്കം കൂട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ മാതൃസ്നേഹത്തിന്റെ തട്ട് താണു തന്നെ ഇരുന്നു. എന്തും വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നാണുവിന്റെ അമ്മയായ നാണി നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ ഡോക്ടർ സാഹിബിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. വിജനമായ വഴിപ്പാത, എങ്ങും പേടിപ്പെടുത്തുന്ന നിശബ്ദത മാത്രം. ചെറിയൊരു ചാറ്റൽ മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. നാണി നടത്തത്തിന്റെ വേഗത കൂട്ടി. അടുത്ത പൊന്തക്കാട്ടിൽ നിന്നും തന്നെ ആരോ വീക്ഷിക്കുന്നുണ്ടെന്ന തോന്നൽ നാണിയുടെ ഉള്ളിൽ വലിയ രീതിയിൽ പേടിയുണ്ടാക്കി. പെട്ടെന്നായിരുന്നു ശങ്കുണ്ണി പൊന്തക്കാട്ടിൽ നിന്ന് ചാടി നാണിയുടെ മുന്നിൽ വട്ടം പിടിച്ചു നിന്നത്. പേടിച്ചുപോയ നാണി വേഗം തന്നെ രണ്ടടി പിന്നിലേക്ക് മാറി. എന്താ ശങ്കുണ്ണി ചേട്ടാ ഇത്? എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വഴിമാറ്, എനിക്ക് പോണം. ഇതും പറഞ്ഞ് നാണി മുന്നോട്ടേക്ക് പോകാൻ ഒരുങ്ങവേ ശങ്കുണ്ണി തടഞ്ഞുകൊണ്ട്, ഞാനൊരു വികാര ജീവിയാണ്. വളരെ വളരെ ദുർബലമാണ് എൻ്റെ മനസ്സ്. എനിക്ക് നാണിയോടുള്ള ഈ വികാരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ പ്രേമത്തിൻ്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. എന്നും നാണി എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ തുറന്നു പറയുകയാണ്, ഈ രാത്രി മാത്രം. ഇത് പറഞ്ഞു തീരുമാനം. ശങ്കുണ്ണിയുടെ മുഖത്ത് നാണിയുടെ കൈ വന്ന് പതിച്ചു. നാണമല്ലേ നിങ്ങൾക്ക് ഇതെല്ലാം എന്നോട് പറയാൻ? ശരിയാ, ഞാൻ ഒറ്റയ്ക്ക്. പക്ഷേ ഞാനൊരു അമ്മയാണ്. നിന്റെ ദുഷ്ടചിന്തയൊന്നും എന്റെ നടക്കില്ല. ഇത് കണ്ടോ നെല്ല് കൊയ്യുന്ന അരിവാള. ഇതുകൊണ്ട് നെല്ലരിയാൻ മാത്രമല്ല, വേണ്ടി വന്നതിന് തല ചിത്തിയെടുക്കാനും മടിക്കില്ല ഈ നാണി. നാട്ടിലൊരു മൃഗം ഇറങ്ങിയത് കൊണ്ടാണ് ഞാനിത് കയ്യിൽ കരുതിയത്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല മനുഷ്യവേഷം അണിഞ്ഞ മൃഗങ്ങളും ഇവിടെ ഉണ്ടെന്ന കാര്യം. വഴി മാറണ മുണ്ടയ്ക്ക് ശങ്കുണ്ണി.
ഒരു സ്ത്രീയുടെ ദൃഢനിശ്ചയത്തിനു മുന്നിൽ ശങ്കുണ്ണി എന്ന മനുഷ്യമൃഗം പതറിപ്പോയി. അവൻ പാതയുടെ ഓരത്തായി മാറി. പോട്ടെ പോട്ടെ, എല്ലാം പോട്ടെ, നാണിയുടെ മകന് സുഖമല്ലേ? എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നാണി അരിവാളും കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. എന്തെങ്കിലും നിന്നെ എൻ്റെ കൈ കിട്ടും, അപ്പോൾ കാണിച്ചരാ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശങ്കുണ്ണി തിരിഞ്ഞതും മുന്നിലായി ഒരു കറുത്ത ഭീമാകാരനായ സത്വം നിൽക്കുന്നതാണ് അയാൾക്ക് കാണാൻ സാധിച്ചത്. അടുത്ത നിമിഷം ആ ഭീകര സത്വത്തിൻ്റെ കൊമ്പല്ലുകൾ ശങ്കുണ്ണിയുടെ മുഖത്തിൽ ആഴ്ന്നിറങ്ങി. വേദന കൊണ്ട് അയാൾ നിലവിളിച്ചു. ആ നിലവിളി നാണിയും കേട്ടു. വേഗം അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ യാതൊന്നും കാണാൻ സാധിച്ചില്ല. തനിക്ക് തോന്നിയതാകാമെന്ന ചിന്തയിൽ നാണി നടത്താൻ തുടങ്ങി. ഡൊറോത്തി ബംഗ്ലാവിന്റെ മതിൽ കടന്ന് ഉള്ളിലേക്ക് നാണി കടന്നു വന്നു. ഇതേ സമയം ഡൊറോത്തി ബംഗ്ലാവിൽ പുറത്തെ റോസാ ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഡൊറോത്തി. അപ്പോൾ യജമാനത്തി, അളിയന്റെ മകന് തീരെ സുഖമില്ല. യജമാനോട് ഒന്ന് നോക്കാൻ പറയൂ. വിറയാർന്ന സ്വരത്തിൽ നാണി പറഞ്ഞു. നാണിക്ക് ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് ഡൊറോത്തി മാർട്ടിനെ ഉറക്കെ വിളിച്ചു. എന്നാൽ ആ വിളി കേട്ടത് പക്ഷേ ആ ഭീകരജീവിയായിരുന്നു. ഡൊറോത്തി ബംഗ്ലാവിന്റെ വേലി ചാടിക്കടന്നുകൊണ്ട് ആ ഭീകരതത്വം നാണിയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. എന്നാൽ ഇതൊന്നും നാണി ശ്രദ്ധിച്ചതേയില്ല. പക്ഷേ മുന്നിലെ കാഴ്ച കണ്ട് പേടിച്ചരണ്ടു നിന്ന ഡൊറോത്തിക്ക് ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. അടുത്ത നിമിഷം ആ ഭീകരതത്വത്തിന്റെ ശക്തമായ കരങ്ങളിലെ കൂർത്ത നഖങ്ങൾ നാണിയുടെ പിൻകഴുത്തിൽ വന്നു പതിച്ചു. ഒന്ന് നിലവിളിക്കാൻ പോലും ആവാതെ ആ അമ്മ വിറയലോടെ നിലത്തു വീണു. ആ ഭീകരസത്വന്റെ നോട്ടം അടുത്തു പതിഞ്ഞത് ഡൊറോത്തിയിലേക്കായിരുന്നു. ഡൊറോത്തി ബംഗ്ലാവ് കിടുങ്ങുമാറ് ഒന്ന് അലറിക്കൊണ്ട് ഡൊറോത്തിക്ക് നേരെ ആ ഭീകരജീവി പാഞ്ഞെടുത്തു. ആ ഭീകരതത്വത്തിന്റെ കുമ്പലുകൾ ഡൊറോത്തിയുടെ കഴുത്തിൽ താണു. എന്നാൽ ആരുടെയോ പ്രാർത്ഥന ഡൊറോത്തിക്കൊപ്പമുണ്ടായതിനാൽ തക്ക സമയത്ത് തന്നെ മാർട്ടിൻ അവിടെ എത്തുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഡബിൾ ബാരൽ തുപ്പാക്കി ആ ഭീകരസത്വത്തിന് നേരെ നീട്ടി ഉന്നം പിടിച്ചു. അടുത്ത നിമിഷം ഒരു വലിയ ശബ്ദത്തോടെ ആ തുപ്പാക്കി ഗർജിച്ചു. അതിൽ നിന്ന് പുറത്തേക്ക് വന്ന വെടിയുണ്ട ആ ഭീകരസത്വത്തിന്റെ തോളിൽ തന്നെ പതിച്ചു. ഡൊറോത്തിയുടെ ശരീരത്തിൽ നിന്ന് പിടുത്തം വിട്ടുകൊണ്ട് ആ ജീവി മാർട്ടിന് നേരെ തിരിഞ്ഞു. മാർട്ടിന്റെ കയ്യിലെ തുപ്പാക്കി കണ്ട് ആ ഭീകരജീവി അലറി വിളിച്ചുകൊണ്ട് ഡൊറോത്തി ബംഗ്ലാവിന്റെ വേലി ചാടി പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ഡൊറോത്തി ബോധം കെട്ട് നിലത്ത് വീണിരുന്നു. മാർട്ടിൻ ഒട്ടും സമയം കളയാതെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഡൊറോത്തിയെ വേഗം ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. എല്ലാം അവസാനിച്ചിരിക്കുന്നു. കിഴക്ക് നിന്ന് പക്ഷികൾ ചിറകടിച്ചുയരുവാൻ തുടങ്ങി. സമയം വൈകുന്നേരമായിരിക്കുന്നു. ഡൊറോത്തി മെല്ലെ കണ്ണുകൾ തുറന്നു. തൊട്ടടുത്തായി മാർട്ടിനും ഇരിപ്പുണ്ടായിരുന്നു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. പതുക്കെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഡൊറോത്തി പറഞ്ഞു. അണ്ണുമല്ല തനിക്കൊന്നുമില്ല. ഇത് പറയുമ്പോൾ മാർട്ടിന്റെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്ന പേടി ഡൊറോത്തിക്ക് വളരെ വ്യക്തമായി കാണാമായിരുന്നു. മാർട്ടിൻ, എന്നെ പറ്റി ഞാൻ കണ്ട സ്വപ്നം, ഞാൻ കണ്ട ഡ്രീമായിരുന്നു, അതോ യഥാർത്ഥമോ എനിക്കതിന് മനസ്സിലാകുന്നില്ല. എന്റെ തല കറങ്ങുന്നത് പോലെ. അത് സ്വപ്നമല്ല, ഇറ്റ്സ് നോട്ട് ഡ്രീം ഡോറ. പക്ഷേ എന്നെ അതിനേക്കാളേറെ ഭയപ്പെടുത്തുന്നത് ആ മോൺസ്റ്റർ നിന്നെ ആക്രമിക്കുന്നത് ഞാൻ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിൻ്റെ ഫലമായി വലിയൊരു മുഴുവും നിന്റെ കഴുത്തിലുണ്ടായതും ഞാൻ കണ്ടതാണ്. അതിനെ ഡൊറോത്തി ഇടയ്ക്ക് കയറി ചോദിച്ചു. ആ മുഴുവ് ഇപ്പോൾ എവിടെ? ഇത് കേട്ട ഡൊറോത്തി തൻ്റെ കഴുത്തിൽ കൈവച്ചു നോക്കി. പക്ഷേ അവിടെ മുറിവിൻ്റെതായ യാതൊരു പാടുമില്ലായിരുന്നു. ക്ഷമിക്കണം ഡോറ, എൻ്റെ പക്കൽ ഇനി ക്ഷമില്ല. പക്ഷേ ഒരു കാര്യം
എനിക്ക് വ്യക്തമാണ്. നിന്നിൽ എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അത് തീർച്ച. മാർട്ടിൻ, നാണി എവിടെ? കട്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഡോറോത്തി ചോദിച്ചു. എന്നാൽ അതിന് ഉത്തരം പറയാതെ മാർട്ടിൻ മുറി വിട്ട് പുറത്തേക്ക് നടന്നു. പിന്നാലെ ഡോറോത്തിയും. അപ്പോൾ അതാ ഡൈനിങ് ടേബിളിൻ്റെ കീഴിലായി ഒരു പായയിൽ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന നാണിയെയാണ് ഡോറോത്തിക്ക് കാണാൻ സാധിച്ചത്. എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഡോറ. തല താഴ്ത്തിക്കൊണ്ട് മാർട്ടിൻ മറുപടി നൽകി. മാർട്ടിൻ, നാണിയുടെ കുഞ്ഞ് അതിന് തീരെ സുഖമില്ലെന്നാ നാണി പറഞ്ഞത്. ആ കുട്ടി ഇപ്പോൾ തികച്ചും അനാഥനാണ്. കുട്ടികളില്ലാതെ നമുക്ക് അവനെ എഴുത്ത് വാർത്താം. പക്ഷേ മാർട്ടിൻ ഒന്നും മിണ്ടിയില്ല. മെല്ലെ അയാൾ പുറത്തേക്ക് നടന്നു. പോകുന്നതിന് മുമ്പായി തൻ്റെ തുപ്പാക്കി ഡോറോത്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിനുശേഷം തൻ്റെ പ്രിയ കുതിരയായ സ്പായുടെ പുറത്തു കയറി മാർട്ടിൻ നാഗാപുരത്തെ നാണിയുടെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. ചുറ്റും കൂരാക്കൂരിട്ട് മാത്രം. കുറച്ച് സമയങ്ങൾക്കകം തന്നെ മാർട്ടിൻ നാണിയുടെ കൂരയുടെ മുന്നിൽ എത്തിച്ചേർന്നു. പതിയെ കുതിരയിൽ നിന്നിറങ്ങി കൂരയുടെ ഉള്ളിൽ കടന്നു. അപ്പോൾ അതാ നിലത്ത് വിറച്ചുകൊണ്ട് കിടക്കുന്ന നാണു എന്ന ആ കൊച്ചു ബാലൻ. മാർട്ടിൻ വേഗം നാണുവിനെയും എടുത്തുകൊണ്ട് തൻ്റെ കുതിരയിൽ കയറ്റി ഡോറോത്തി ബംഗ്ലാവ് ലക്ഷ്യമാക്കി വേഗം കുതിരയെ പായിച്ചു. എന്നാൽ ഇതെല്ലാം ആൽമരത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാഗാപുരത്തിൻ്റെ യുവതലമുറക്കാരനായ ദാമു. എന്തോ പന്തുകേടുണ്ടെന്ന് മനസ്സിലാക്കിയ ദാമു അവിടുത്തെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് പന്തവും കൊളുത്തി ഡോറോത്തി ബംഗ്ലാവ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. പക്ഷേ ഇതൊന്നും മാർട്ടിൻ അറിഞ്ഞതേയില്ല. ഡോറോത്തി ബംഗ്ലാവിന്റെ മുന്നിൽ ഡോറോത്തി നിൽപ്പുണ്ടായിരുന്നു. മാർട്ടിൻ പതിയെ കുതിരയിൽ നിന്നിറങ്ങി നാണുവിനെയും എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കടന്നു. പിന്നിലായി ഡോറോത്തിയും ഉണ്ടായിരുന്നു. ഡൈനിങ് ടേബിൾ മുകളിലായി നാണുവിനെ ഇരുത്തി. അപ്പോഴും നാണു നന്നേ വിറയ്ക്കുന്നുണ്ടായിരുന്നു. യജമാനനെ, എന്റെ അമ്മ എവിടെ? നാണുവിന്റെ ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല. ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഡോറോത്തി അടുക്കളയിലേക്ക് നടന്നു. മാർട്ടിൻ തൻ്റെ ഡബിൾ ബാരൽ തുപ്പാക്കിയെടുത്ത് തുടച്ചുകൊണ്ട് അടുത്ത കസേരയിൽ ഇരിക്കുകയാണ്. നാണുവിന് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഡോറോത്തി നിലവിളിച്ചുകൊണ്ട് കയ്യിൽ മൂർച്ചേറിയ കത്തിയുമായി നാണുവിൻ്റെ അടുത്ത് പാഞ്ഞെടുത്തു. ഇത് കണ്ട് നാണുവും മാർട്ടിനും ഞെട്ടിപ്പോയി. തൽക്ഷണം നാണു ബോധം കെട്ട് നിലത്ത് വീഴുകയും ചെയ്തു. കണ്ണുകൾ അടയുന്നതിന് മുമ്പായി തൊട്ടകലെ നിലത്ത് കിടക്കുന്ന ജീവനറ്റ തൻ്റെ അമ്മയെ നാണു വളരെ വ്യക്തമായി കണ്ടു. അമ്മ, അമ്മ. നാണുവിൻ്റെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇതേ സമയം മാർട്ടിൻ നിശ്ചലനായി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ. ഡോറോത്തി ഒരു വന്യമൃഗം കണക്കെ മാർട്ടിൻ്റെ അടുത്തെത്തുകയും മാർട്ടിനെ വശത്തേക്ക് തള്ളിയിടുകയും ചെയ്തു. നിലത്ത് പതിച്ച മാർട്ടിൻ അപ്പോൾ മാത്രമാണ് തൻ്റെ തൊട്ടുപിന്നിലായി ഒരു ഭീകരസത്വം നിന്നിരുന്നത് കണ്ടത്. ഡോറ തന്നെ അവിടെ നിന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ താനിപ്പോൾ വളരെ ക്രൂരമായി മരണപ്പെട്ടനെ എന്ന ചിന്ത ചെറിയൊരു ആശ്വാസം മാർട്ടിന് നൽകി. ഡോറോത്തി ആക്രോശിച്ചുകൊണ്ട് ആ സത്വത്തെ ആക്രമിക്കുവാൻ തുടങ്ങി. അവളുടെ കരങ്ങൾക്ക് അസാമാന്യ ശക്തി വന്നിരിക്കുന്നു. അവളുടെ കണ്ണുകൾ രക്തവർണ്ണമായി മാറി. തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ മാർട്ടിൻ നിശ്ചലനായി അവിടെ നിലത്ത് കിടക്കുകയാണ്. പതിയെ ഡോറോത്തിയുടെ ശരീരം മാറുവാൻ തുടങ്ങി. ശരീരത്തിൻ്റെ അങ്ങിങ്ങായി ചാരനിറമുള്ള ഇടതൂർന്ന രോമങ്ങൾ വളരുവാൻ തുടങ്ങി. ശക്തമായ ഒരു പോരാട്ടം തന്നെ അവിടെ നടന്നു. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഡോറയുടെ ജീവൻ ആപത്താകുമെന്ന് മനസ്സിലാക്കിയ മാർട്ടിൻ തൻ്റെ തുപ്പാക്കി കയ്യിലെടുത്തു. ഇത് കണ്ട ആ ഭീകരസത്വം ഡോറോത്തിയെ തട്ടിമാറ്റിക്കൊണ്ട് മാർട്ടിന് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ അതിനെ വിഫലമാക്കിക്കൊണ്ട് ഡോറോത്തി ആ ഭീകരസത്വത്തിന് പിന്നിലൂടെ പിടുത്തമിട്ടു. ഒരുപാട് നേരം ഈ സത്വത്തെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഡോറോത്തിയുടെ വാക്കുകൾ ശ്രവിച്ച മാർട്ടിൻ ഒട്ടും സമയം കളയാതെ ആ ഭീകരസത്വത്തിന്റെ ശിരസ് ലക്ഷ്യമാക്കി നിറയൊഴിച്ചു. തൽക്ഷണം ഡോറോത്തി ബംഗ്ലാവ് കിടുങ്ങുമാർ അലറിക്കൊണ്ട് ആ ഭീകരജീവി
നിലത്ത് പതിച്ചു. അവിടെ മകം രക്തത്തിന്റെ രൂക്ഷഗന്ധം പടർന്നു. ആ ഭീകര സത്വത്തിന്റെ നിലവിളി ഡോറോത്തി ബംഗ്ലാവിന്റെ ഗേറ്റ് കടന്നു വന്ന ദാമു അടങ്ങുന്ന ആ നാട്ടുകൂട്ടവും കേട്ടിരുന്നു. ആ ഭീകരജീവി ഈ ബംഗ്ലാവിലുണ്ടെന്ന് അവർക്ക് ബോധ്യമായി. നിലത്ത് വീണുകിടന്ന ആ സത്വത്തിന്റെ ഹൃദയമിടിപ്പ് നിലച്ചിരിക്കുന്നു. അപ്പോഴേക്കും ഡോറോത്തിയും പഴയ നിലയിലായി കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു ആ ഭീകര സത്വത്തിന്റെ രൂപമാറ്റം വരുവാൻ തുടങ്ങിയത്. മെല്ലെ ആ സത്വം സ്ത്രീ രൂപത്തിലേക്ക് പരിണാമപ്പെട്ടു. വിവസ്ത്രയായി കിടന്ന ആ സ്ത്രീയുടെ ദേഹത്ത് മാർട്ടിൻ വേഗം അടുത്ത് കിടന്ന കർട്ടൻ തുണിയെടുത്ത് മറച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു നിലവിളിച്ചുകൊണ്ട് ദേവൻ അവിടെ എത്തിയത്. അയ്യോ, എന്റെ മോളെ കണ്ണു തുറക്ക്. അപ്പോഴും മാത്രമാണ് ദേവൻ തമ്പൂരിന്റെ തല തകർന്നിരിക്കുന്നത് കണ്ടത്. മാർട്ടിന്റെ കയ്യിലെ തോക്കും കൂടി കണ്ടപ്പോൾ ഏകദേശം കാര്യം ദേവന് പിടികിട്ടി. വേഗം ദേവൻ മാർട്ടിക്ക് നേരെ തിരിഞ്ഞു. ഒട്ടും സമയം കളയാതെ മാർട്ടിൻ കയ്യിലെ തുപ്പാക്കി ദേവന് നേരെ നീട്ടി ഉന്നം പിടിച്ചു. സുഹൃത്തേ, മൈ ഫ്രണ്ട്, താങ്കൾ ആരാണെന്ന് എനിക്കറിയില്ല. ഈ പെൺകുട്ടി ആരാണെന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം അറിയാം. ഇത്രയും നാൾ ഈ നാഗാപുരത്തെ ഓരോ മനുഷ്യക്ക് കുരുതിക്കും പിന്നിൽ ഈ കുട്ടിയാണ്. ദേവൻ ഒന്നും മിണ്ടിയില്ല. പതിയെ പുറത്തേക്ക് പോകാനൊരുങ്ങവേ, നിക്കോ, ഈ കുട്ടിയെയും കൊണ്ടുപോകൂ. ദേവൻ ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളാൽ തൻ്റെ പ്രിയതമയെ കൊന്ന ആ സായിപ്പിനോടുള്ള അടങ്ങാത്ത ദേഷ്യവും അടക്കി പിടിച്ചുകൊണ്ട് നാണുവിനെയും എടുത്ത് പുറത്തേക്ക് നടന്നു. ഡോറ, ഡോറ, നിനക്കിപ്പോൾ കുഴപ്പമില്ലല്ലോ? ഡൊറോത്തിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് മാർട്ടിൻ ചോദിച്ചു. എന്നാൽ ഒന്ന് സംസാരിക്കാൻ പോലും ആവാതെ അവശയായി ഡൊറോത്തി അവിടെ ഇരിക്കുകയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ബംഗ്ലാവിന്റെ പുറത്തു നിന്നിരുന്ന ദാമു ദേവനോട് ചോദിച്ചു. നാണുവിനെ ദാമുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ദേവൻ അല്പം നേരം എന്തോ ചിന്തിച്ചു. എന്താടാ, നിന്റെ നാക്കിറങ്ങിപ്പോയോ? എന്താ ഇവിടെ സംഭവിച്ചത്? ഭീകരജീവിയില്ലേ, അത് മറ്റാരുമല്ല, ആ ഡോക്ടർ സാഹിബും കൂടെയുള്ള മദാമിയാണ്. അവരാ ഈ നാഗാപുരത്തെ ആളുകളെ കൊന്നൊടുക്കിയത്. ദേവന്റെ വാക്കുകൾ കേട്ട നാട്ടുകാർക്ക് ഇതൊട്ടും വിശ്വസിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും നാണുവിനും ചെറിയ രീതിയിൽ ബോധം തെളിഞ്ഞിരുന്നു. അമ്മ, അമ്മ, ആ യജമാനത്തി എന്റെ അമ്മയെ കൊന്നു. എന്റെ അമ്മ മരിച്ചു. ഇത് പറഞ്ഞ് നാണു പൊട്ടിക്കരയുവാൻ തുടങ്ങി. ആ കൊച്ചുകുട്ടിയുടെ വാക്കുകൾ കേട്ടതോടെ അവിടെ കൂടി നിന്നവർക്ക് വിശ്വാസമായി. പിന്നെ അവർ മറ്റൊന്നും ചിന്തിച്ചില്ല. ആ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ബംഗ്ലാവിന് നേരെ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തങ്ങൾ വലിച്ചെറിയുവാൻ തുടങ്ങി. സമയം ഒരുപാട് വേണ്ടി വന്നില്ല ആ ബംഗ്ലാവിൽ തീ പടർന്നു കത്തുവാൻ. ഡൊറോത്തി അവശയായി നിലത്ത് കിടക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ മാർട്ടിൻ ഡൊറോത്തിയെ നിലത്തുനിന്ന് എടുത്ത് ഉയർത്തിക്കൊണ്ട് പുറത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു വിഫല ശ്രമമായിരുന്നു. ആ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ മാർട്ടിനും ഡൊറോത്തിക്കും സാധിച്ചില്ല. ആ തീയിൽ അവർ ഇരയാവുകയും ചെയ്തു. വേദനയായി നിലവിളിച്ചു. പക്ഷെ ആ നിലവിളി നാഗാപുരത്തെ നാട്ടുകാർ ചെവിക്കൊണ്ടില്ല. കുറച്ച് സമയങ്ങൾക്കകം തന്നെ ഡൊറോത്തി ബംഗ്ലാവ് കത്തി നശിച്ചു, ചാമ്പൽ പരുവമായി മാറി. നാഗാപുരത്തെ ജനങ്ങൾ സന്തോഷിച്ചു. ദേവൻ ആരോടൊന്നും മിണ്ടാതെ തൻ്റെ തറവാട് ലക്ഷ്യമാക്കി നടന്നു. ചാറ്റൽ മഴ വീണ്ടും വരവായി നാഗാപുരത്തെ നനയിച്ചു. എല്ലാം ശാന്തമായിരിക്കുന്നു. പക്ഷേ നാഗാപുരത്തെ ജനങ്ങൾ അറിഞ്ഞില്ല തങ്ങൾക്ക് വരാൻ പോകുന്ന ആ വലിയ ആപത്തിൻ്റെ മുന്നോടിയുള്ള ശാന്തതയാണിതെന്ന്. അവിടെ വീശിയ കാറ്റിലും മരണത്തിൻ്റെ ഗന്ധം തളങ്ങിട്ട് നിൽപ്പുണ്ടായിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം റേഞ്ചർ സാഹിബ് കാട്ടിൽ വേട്ടയ്ക്കായി ഇറങ്ങി. കൂടെ 2 പരിചാരകരും ഉണ്ടായിരുന്നു. ദുരൈ, ரொம்ப നേരം ആച്ച്, തെമ്പി പോളാമാ. പരിചാരകളിൽ ഒരാളായിരുന്ന ചൊക്കലിംഗത്തിന്റെ വാക്കുകൾ കേട്ട് റേഞ്ചർ സാഹിബ് അരിശത്തോടെ തിരിഞ്ഞു നോക്കി. എൻ്റെ പഞ്ഞ് നിനക്കറിയാമോ? എൻ്റെ അച്ഛൻ വലിയ റേഞ്ചർ സാഹിബ് പണ്ട് ആനക്കാട്ടിലെ ഒരു സ്ത്രീയെ കയറി പിടിച്ചതിന് അയാളുടെ ഹസ്ബൻഡ് എൻ്റെ അച്ഛനെ വേട്ടിക്കൊന്നു. അയാളെ ഞാൻ ജയിലിട്ട് വകവരുത്തി. ഇപ്പോൾ ഒരു പുതിയ ഒരുത്തൻ വന്നിട്ടുണ്ട്, ആനക്കാട്ടിൽ ഈ പച്ചൻ.
അയാളുടെ മകൻ. അവനെ വകവരുത്താനാ ഞാൻ ഈ കാട്ടിൽ കയറിയത്. അപ്പടിയാ ദുരേ, നമ്മൾ ഉയർപ്പോങ്ക കൂടെ. ചൊക്കലിംഗം ഇതും പറഞ്ഞ് തലയാട്ടി. മറ്റൊരു പരിചാരകനായ മുത്തുവിന് ഇതൊന്നും പിടിക്കുന്നില്ലായിരുന്നു. നാഗാപുരം കാടിൻ്റെ കാട്ടുമൂപ്പൻ്റെ മകനാണ് മുത്തു. റേഞ്ചർ സാഹിബ് തുടർന്നു. അവൻ ഈ കാട്ടിലേഴോ മൂലയിലുണ്ട്. വാറ്റാണ് പരിപാടി. എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം. ഈ കൈകൾ കൊണ്ട് അവനെ കൊല്ലണം. കപ്പയോ മീനോ കള്ളോ എന്തും തരാം. അടിച്ച് കയറി വാ എന്നോടൊപ്പം. ഇത് കേട്ട് മുത്തുവും ചൊക്കലിംഗത്തിനും വളരെ സന്തോഷമായി. റേഞ്ചർ സാഹിബും പരിചാരകരും കാട്ടിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങളുടെ അലർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങിങ്ങായി കേൾക്കാം. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നപ്പോഴേക്കും ചൊക്കലിംഗത്തിൻ്റെ നിലവിളി ഉയർന്നു. കയ്യിലെ റാന്തൽ വെട്ടത്തിൽ അവർ ഇരുവരും കണ്ടു ഒരു ഭീമാകാരനായ സിംഹം ചൊക്കലിംഗത്തെ ആക്രമിക്കുന്നത്. മുത്തു വിറയലോടെ പറഞ്ഞു നടത്തി. അടുത്ത നിമിഷം റേഞ്ചർ സാഹിബ് നിലവിളിച്ചുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോയി. ഓടിപ്പോകുന്നതിനിടയ്ക്ക് അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സോറി 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 മിഠു, സോറി. വെടിയുണ്ടൊക്കെ ഇന്ത്യയിലെ ക്ഷണങ്ങളെക്കാൾ വിലയുണ്ടെന്ന് RRR ലാൻഡിലെ ഒരു സായിപ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചൊക്കലിംഗത്തിന് വേണ്ടി ഈ വെടിയുണ്ട ഉപയോഗിക്കാൻ ഒരു നിർവാഹമല്ല. ഞാൻ വേട്ടക്കാരെ കൊണ്ടുവരാം. അതുവരെ നീ ആ സിംഹത്തെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇതും വിളിച്ചു പറഞ്ഞുകൊണ്ട് സായിപ്പ് ഉൾക്കാട്ടിലെങ്ങോ വലിഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ മുത്തു കിടുകിട വിറയ്ക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും ചൊക്കലിംഗത്തെ മൃഗീയമായ ആ സിംഹം കൊന്നിരുന്നു. മുത്തു പതുക്കെ പതുക്കെ പുറകോട്ടേക്ക് നീങ്ങി. കയ്യിലെ റാന്തൽ വെളിച്ചത്തിൻ്റെ കാര്യം അയാൾ മറന്നിരുന്നു. മുത്തുവിൻ്റെ കാൽപാദങ്ങൾ ഉണങ്ങിയ തടിക്കഷ്ണത്തിൽ അമർന്നു. അതിൽ നിന്നും ചെറിയ രീതിയിൽ ശബ്ദമുണ്ടാവുകയും ചെയ്തു. ഇത് സിംഹത്തിൻ്റെ നോട്ടം മുത്തുവിലേക്ക് തിരിക്കുന്നതിന് ധാരാളമായിരുന്നു. കാട് കിടുങ്ങുമാറ് അലറിക്കൊണ്ട് സിംഹം മുത്തുവിൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. എന്തു ചെയ്യണമെന്നറിയാതെ പേടിയാൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മുത്തു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ആക്രോശത്തോടെ പാഞ്ഞെടുത്ത ആ ഹിംസമൃഗം ആരോ പിടിച്ചു നിർത്തിയ പോലെ അവിടെ നിന്നു. ആ മൃഗത്തിൻ്റെ കണ്ണുകളിൽ ഭയം തളം കെട്ടുന്നത് വളരെ വ്യക്തമായി മുത്തുവിന് കാണാമായിരുന്നു. അടുത്ത നിമിഷം ആ മൃഗം പിന്തിരിഞ്ഞോടി. ഇത് കണ്ട് ഒന്നും മനസ്സിലാവാതെ മുത്തു മിഴിച്ചു നിന്നുപോയി. അപ്പോഴായിരുന്നു പുറകിൽ ആരോ നിൽക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടത്. മാനത്ത് ശക്തമായി ഇടിമുഴങ്ങി. അതേ സമയത്തായിരുന്നു കൂർത്ത നഖങ്ങളോട് കൂടിയ ശക്തമായ 2 കരങ്ങൾ മുത്തുവിൻ്റെ തലയിൽ പിടുത്തമിട്ടത്. അടുത്ത നിമിഷം മുത്തുവിൻ്റെ തലയെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്തു. ശിരസറ്റ ആ ശരീരത്തിൽ നിന്നും രക്തം ചീറ്റിത്തെറിച്ചു. പതിയെ ആ നേൽരൂപം മുത്തുവിൻ്റെ ശിരസുമായി കാട്ടിലെങ്ങോ മറഞ്ഞു. ഇതേ സമയം ധ്യാനത്തിലിരുന്ന കാട്ടുമൂപ്പൻ തൻ്റെ അകക്കണ്ണാൽ മകനായ മുത്തുവിന് ദുർമരണം സംഭവിച്ചതായി അറിഞ്ഞു. കോപത്താൽ ആ മുഖം വിറയാർന്നു. കണ്ണുനീരിനു പകരം ചുടു രക്തമാണ് ആ കണ്ണിൽ നിന്നും ഒഴുകിയത്. ആദരങ്ങൾ മന്ത്രിച്ചു. ഇതേ സമയം കാട്ടിനുള്ളിൽ എവിടെയോ ദിശയറിയാതെ ഓടുകയാണ് റേഞ്ചർ സാഹിബ്. ഓടി ഓടി അയാൾ വല്ലാതെ തളർന്നിരിക്കുന്നു. അല്പം ഒരു ആശ്വാസത്തിനായി തൊട്ടടുത്ത് കണ്ട പാറക്കല്ലിൽ വന്നിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ കോച്ചി പിടിക്കുന്ന തണുപ്പിലും റേഞ്ചർ സാഹിബ് വെട്ടി ഉയർക്കുന്നുണ്ടായിരുന്നു. കാട് ശാന്തമാണ്. പേടിപ്പെടുത്തുന്ന ശാന്തത. ഏതോ വലിയൊരു ആപത്ത് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന കാട് മനസ്സിലാക്കിയതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാട്ടുനായ്ക്കളുടെ ഓരിടലുകൾ മാത്രം കേൾക്കാം. വനത്തിൻ്റെ ഏതോ ഭാഗത്ത് പാരിജാത പുഷ്പങ്ങൾ പൂത്തിരിക്കുന്നു. അതിൻ്റെ മത്തു പിടിപ്പിക്കുന്ന സുഗന്ധം വനത്തിലാകമാനം പാറിപ്പറന്നിടുന്നു. തെല്ലൊരാശ്വാസം കിട്ടിയ റേഞ്ചർ സാഹിബ് മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റു. മുന്നിലെ കള്ളിച്ചെടികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. അപ്പോൾ മാത്രമാണ് റേഞ്ചർ സാഹിബ് അത് ശ്രദ്ധിച്ചത്. തൻ്റെ പിന്നാലെ ആരോ നടക്കുന്നതിൻ്റെ കാലൊച്ച. അയാൾ വേഗം തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല.
തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സായിപ്പ് നടത്തം ആരംഭിച്ചു. അടുത്ത നിമിഷം തൻ്റെ മുന്നിലായി ഒരു ഭീകരരൂപം അലറിക്കൊണ്ട് തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് അയാൾക്ക് കാണാൻ സാധിച്ചത്. പേടിയാൽ സായിപ്പിന്റെ ശരീരം ചലിക്കുന്നില്ലായിരുന്നു. ആ നിഴൽ അടുത്തു വരും തോറും അതൊരു സ്ത്രീയാണെന്ന് അയാൾക്ക് ബോധ്യമായി. ആ നിഴൽ രൂപത്തിന്റെ കരങ്ങൾ റേഞ്ചർ സാഹിബിന്റെ കഴുത്തിലേക്ക് പിടുത്തമിട്ടു. റേഞ്ചർ സാഹിബിന് ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. മാനത്ത് ഇടിമുഴങ്ങി. പെട്ടെന്നായിരുന്നു പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചത്. കാറ്റ് ശക്തമായി വീശി. ആരുടെയോ വരവ് ഡോറോത്തി അറിഞ്ഞിരിക്കുന്നു. നാഗാപുരത്തെ ജനങ്ങളുടെ പേടി സ്വപ്നമായ യക്ഷി ഇതാ സ്വയം ഭയപ്പെടുന്നു. അവളുടെ പിടിയായിരുന്നു. റേഞ്ചർ സാഹിബ് നിലത്തേക്ക് പതിച്ചു. ശ്വാസം കിട്ടാതെ അയാൾ നന്ദി പാടുപെടുന്നുണ്ടായിരുന്നു. യക്ഷിയുടെ നോട്ടം തൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു. അതാ അവിടെ മഹാമാന്ത്രികനായ കാട്ടുമൂപ്പൻ നിൽക്കുന്നു. കാറ്റ് വളരെ ശക്തമായി വീശി. പലതരത്തിലും ആ യക്ഷി മഹാമാന്ത്രികനെ ഭയപ്പെടുത്തുവാനും അവിടെ നിന്ന് തുരത്തുവാനും ശ്രമിച്ചു. എന്നാൽ ആ മഹാമാന്ത്രികന്റെ മുന്നിൽ അതെല്ലാം വിഫലമായി. അവസാനം കാട്ടുമൂപ്പന്റെ മുന്നിൽ അവൾ അടിയറവ് പറഞ്ഞു. എന്നിരുന്നാലും അവളെ തളയ്ക്കുവാൻ കാട്ടുമൂപ്പന് സാധിച്ചില്ല. തൻ്റെ മകനായ മുത്തുവിൻ്റെ മരണം, അതിൽ നിന്നുമുണ്ടായ വിഷമം ആ അച്ഛൻ്റെ ഏകാഗ്രതയെ താളം തെറ്റിച്ചുകൊണ്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ ഡൊറോത്തി പലപ്പോഴായി ആക്രമിക്കുകയും രക്ഷപ്പെടുവാനും ശ്രമിച്ചു. ഇവളെ തളയ്ക്കുവാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ കാട്ടുമൂപ്പൻ വേഗം തൻ്റെ കയ്യിലെ മന്ത്രങ്ങൾ എഴുതപ്പെട്ട സ്വർണ്ണ തണ്ടിൻ്റെ മൂർച്ചേറിയ ഭാഗം നാഗപുരത്തെ യക്ഷിയുടെ ഹൃദയത്തിൽ കുത്തിയിറക്കി. തൽക്ഷണം അവൾ നിലത്ത് പതിക്കുകയും ശരീരം നിശ്ചലമാവുകയും ചെയ്തു. അപ്പോഴേക്കും റേഞ്ചർ സാഹിബ് എഴുന്നേറ്റിരുന്നു. നന്ദി, നന്ദി, എന്നെ രക്ഷിച്ചത് നന്ദി. പറയൂ, പറയൂ, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? മഴയ്ക്കാതെ പറയൂ. എന്നാൽ അതിനുത്തരം പറയാതെ കാട്ടുമൂപ്പൻ തിരിഞ്ഞു നടന്നു. പക്ഷേ മുന്നോട്ട് പോകുന്നതിന് മുമ്പായി, ദുരൈ, ഇത് നാഗാപുരത്ത് പെയ്. ഇവിടെ തീയാലയോ തണ്ണിയാലയോ വായുവാലയോ നശിപ്പിക്കാൻ മുടിയാതെ. ഒരു മന്ത്രത്തിനും ഇവിടെ തടയുവാൻ സാധിക്കില്ല. എന്നാൽ ആ മന്ത്രത്തട്ട് അവളുടെ ഹൃദയത്തെ തറച്ചിരിക്കുന്നിടത്തോളം இந்த பேய் ഒരു ജീവച്ഛവമായി ഇരിക്കും. നിങ്ങളുടെ ഭാഷയിൽ சொன்னால் இவள் ஒரு வாம்பயர். அதனால்தான் இவர்க்குள்ள சரீரம் இருக்கு. துரை, இந்த மந்திர தண்டு இவളുടെ ശരീരത്തിൽ ഇരിക്കും വരെ ഇവൾ തൂങ്ങിയിരിപ്പാൻ. എന്നാ இந்த தண்டை ആരെങ്കിലും ഊരിനാൽ പിന്നെ ഇവളെ തളയ്ക്ക മുടിയാത്ത കാര്യം. ആരാലും കാണപ്പെടാത്തൊരു സ്ഥലത്ത് ഇവളെ മറവ് ചെയ്യുക. അതുതാ എല്ലാവർക്കും നല്ലത്. ഇതും പറഞ്ഞ് കാട്ടുമൂപ്പൻ വനത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു നീങ്ങി. കുറച്ചു നേരം അവിടെ തന്നെ നിന്ന റേഞ്ചർ സാഹിബ് തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന തുണിയെടുത്ത് ഡോറോത്തിയുടെ ശരീരത്തെ മറച്ചുകൊണ്ട് മന്ത്രദണ്ഡ് ഒന്ന് അനക്ക പോലും ചെയ്യാതെ ആ ശരീരവും എടുത്ത് മനസ്സിൽ എന്തോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അയാൾ നടന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അയാൾക്ക് ഇപ്പോൾ മരണഭയമില്ല. പക്ഷേ നാഗാപുരത്തെ യക്ഷിയുടെ കണ്ണുകൾ അപ്പോഴും തുറന്നിരുന്നു. മഴ അവസാനിച്ചിരിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. നാടിന് വെള്ളക്കാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ വീണ്ടും നാഗാപുരത്ത് ഉത്സവം വന്നെത്തി. എല്ലാവരും അതിൽ പങ്കുചേർന്നു. പക്ഷേ ഇതിൽ പങ്കുചേരാതെ സെബാസ്റ്റ്യനും വാസുവും റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്, മനസ്സിലെന്തോ ഉറപ്പിച്ചതുപോലെ. പിന്നീട് അവർക്കെന്തു സംഭവിച്ചു എന്നറിയാനായി കല്ലറയിൽ യക്ഷി എന്ന കഥ കേൾക്കുക.